പൊട്ടി വീണ വൈദ്യുതി കമ്പിയിൽ നിന്നും ഷോക്കേറ്റ് 58-കാരന് ദാരുണാന്ത്യം. കൊണ്ടോട്ടി നീരാട് സ്വദേശിയായ മുഹമ്മദ് ഷായാണ് മരിച്ചത്. അതേസമയം വൈദ്യുതി കമ്പി പൊട്ടിയിട്ടുണ്ടെന്ന് KSEBയെ ഇന്ന് രാവിലെ 2 വട്ടം അറിയിച്ചതായി അയൽവാസി മറിയുമ്മ പറയുന്നു. ഞങ്ങൾ വിളിച്ച് പറഞ്ഞു, ഞങ്ങൾ 8 മണിക്ക് 8:45 മോനും വിളിച്ച് 10:30 മോനും വിളിച്ച് 3 ആൾ വിളിച്ച് പറഞ്ഞിരിക്കണം. എന്തെങ്കിലും ഒരു 12 മണിക്ക് വരും എന്നാണല്ലോ പറഞ്ഞത്. 12 മണിയായിട്ടും വന്നിട്ടില്ല. 12:45 സംഭവം നടന്നത്. സമയമൊക്കെ ഞാൻ ശരിക്കും നോക്കിക്കണേ. ശാന്തകുമാർ വെള്ളാലത്തിന്റെ വിവരങ്ങളുമായി. ശാന്തകുമാർ, ഒരു കുഞ്ഞിന്റെ മരണം, അതിന്റെ ഞെട്ടലിലാണ് നമ്മളെല്ലാം, അതിന്റെ സങ്കടത്തിലാണ് നമ്മളെല്ലാം. അതേപോലെ സമാനമായ ഒരു ദുരന്തം മറ്റൊരിടത്ത് കൂടി സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് അവിടെ നടന്നത്? എന്താണ് നാട്ടുകാർ പറയുന്നത്? KSEBയുടെ നിലപാട് എന്താണ്? സേതു, ഞാൻ ഈ നിൽക്കുന്നത് ഈ മുഹമ്മദ് ഷായുടെ വീടിന് പുറകിലാണ്. ഈ പുറകിലെ ഈ വളപ്പിലാണ് ഈ അപകടം സംഭവിച്ചത്. അതായത് വൈദ്യുതി ലൈനുണ്ട്. ഇവരുടെ വളപ്പിന് ഉള്ളിൽ കൂടെ തന്നെയാണ് ഇപ്പം നമ്മൾ നേരത്തെ പ്രതികരിച്ച മറിയുമ്മയുടെ വീട്ടിലേക്കുള്ള വൈദ്യുതി പോകുന്ന ലൈന് ഇതിൽ പോകുന്നത്. ആ ലൈനാണ് പൊട്ടി വീണത്. ഇന്നലെ രാത്രി 9 മണി മുതൽ ഈ മറിയുമ്മയുടെ വീട്ടിൽ വൈദ്യുതി ഇല്ല. ഇന്ന് രാവിലെയാണ് ഈ ഇലക്ട്രിക് ലൈൻ പൊട്ടി വീണ കാര്യം അവർ കാണുന്നത്. അത് KSEBയെ അറിയിച്ചിരുന്നു, വീട്ടുകാരെയും അറിയിച്ചിരുന്നു. ഇന്ന് രാവിലെ ഈ വളപ്പിനകത്ത് ഈ അവരുടെ തെങ്ങ് എല്ലാം, തെങ്ങിൻ്റെ അടിഭാഗത്തെ കിടങ്ങ് കീറി കൃഷിയിടങ്ങളെല്ലാം തയ്യാറാക്കുന്നതിനിടയിലാണ് ഈ മുഹമ്മദ് ഷായ്ക്ക് അപകടവും സംഭവിക്കുന്നത്. അതായത് ഇത് KSEBയെ ഇപ്പോൾ അവർ നമ്മൾ പ്രതികരിച്ചത് അത് തന്നെയാണ്. 2 പ്രാവശ്യം അവർ KSEBയെ കൃത്യമായി ഈ വിവരങ്ങളെല്ലാം അറിയിച്ചതാണ്. വൈദ്യുതിയില്ല, വൈദ്യുതിക്ക് തടസ്സമുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. അവർ 12 മണിക്ക് വരാമെന്ന് പറഞ്ഞു. പക്ഷേ 12 മണിക്കും എത്തിയില്ല. 12:45 ഇവർക്ക് ഈ ഷോക്കേറ്റ് അപകടവും സംഭവിക്കുന്നത്. ഈ അപകടം സംഭവിക്കുന്നതും ഇവർ തെറിച്ചു വീഴുന്നതും ഈ മറിയുമ്മ അപ്പുറത്തെ വീട്ടിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. അവർ തന്നെയാണ് ഓടി വന്ന് അവരുടെ വീട്ടുകാരോട് പറഞ്ഞ് ഉടനെ ഒരു ഉണങ്ങിയ മുള കൊണ്ട് അവരെ അതിൽ നിന്ന് വേർപ്പെടുത്തി ഉടനെ ആശുപത്രിയിൽ എത്തിച്ചത്. പക്ഷേ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അതായത് ഇത് തീർത്തും നേരത്തെ രാവിലെ മുതൽ നമ്മൾ കേൾക്കുന്ന ഈ ഷോക്കേറ്റ് മരണത്തിന് കാരണക്കാരായ KSEBക്ക് ഉത്തരവാദിത്തമുള്ളതുപോലെ തന്നെ ഉത്തരവാദിത്തമുണ്ട് ഇവിടുത്തെ ഈ കൊണ്ടോട്ടിയിലെ മുഹമ്മദ് ഷായുടെ മരണത്തിനുമെന്ന് വേണമെങ്കിൽ തന്നെ പറയാൻ കഴിയും. കാരണം ഒരു വൈദ്യുതി ലൈൻ പൊട്ടി വീണിട്ടുണ്ട് എന്ന് KSEB അതിൽ അറിയിച്ച് അതിൽ വൈദ്യുതി, ആ കമ്പിയിലൂടെ വൈദ്യുതി കടന്നു പോകുന്ന ഇടമാണോ എന്ന് പരിശോധിക്കാൻ പോലും തയ്യാറാകാതെ അവർ വലിയ അനാസ്ഥ തന്നെയാണ് കാണിച്ചത്. അനാസ്ഥ കാരണമാണ് ആ മരണം സംഭവിച്ചതെന്നുള്ള യാതൊരു തർക്കവുമില്ല. എന്തായാലും ഈ ഷോക്കേറ്റ് കേരളത്തിൽ ഇന്ന് 2ാമതൊരു മരണം കൂടി സംഭവിച്ചിരിക്കുകയാണ്. സേതു. ഓക്കെ ശാന്തകുമാർ, ശരി. ഇതിപ്പോൾ മലപ്പുറത്തു നിന്നുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടത്.